കാർഷിക സംസ്കൃതിയുടെ സമ്പന്നമായ പാരമ്പര്യം വിളിച്ചോതി വയനാടൻ നെല്ലുകളുടെ ഈറ്റല്യമായ ചേകാടി വയലേലകളിൽ നടീലുത്സവമായ കമ്പളനാട്ടിക്ക് തുടക്കമായി. വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങൾ ആചാരത്തിന്റെ ഭാഗമായി തുടിയുടെയും ചീനിയുടെയും സഹായത്തോടെ വയലേലകളിൽ നൃത്തമാടി ഞാറ് നടന്നതാണ് കമ്പളനാട്ടി. കളി കമ്പളം എന്ന പിൻപാട്ടിന്റെ സഹായത്തോടെയാണ് വയലേലകളിലെ കമ്പളനാട്ടി. അധ്വാനഭാരം കുറക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. വിസ്തൃതമായ വയലേലകളിൽ ഒരുമിച്ചും വേഗത്തിലും കൃഷി തീർക്കാനാണ് കമ്പളം നടത്തുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായാണ് കമ്പളനാട്ടി ആഘോഷം. പാട്ടുമാട്ടവുമായി നടത്തുന്ന കമ്പളനാട്ടിയിൽ കുട്ടികളും നാട്ടുകാരും ചേരുമ്പോൾ കാർഷിക പെരുമയുടെ കേളിക്കൊട്ടാകും. ഒരു കൂട്ടം സ്ത്രീകൾ ഞാറു പറിക്കുകയും മറ്റുള്ളവർ ഞാറ് നടുകയും ചെയ്യുന്നു. കമ്പളം എന്നാൽ ഞാറ്, നാട്ടി എന്നാൽ നടുക. ഇതാണ് കമ്പളനാട്ടി എന്ന പദത്തിന്റെ അർത്ഥം. ആദിവാസികൾ ആണെങ്കിലും ഗോത്ര സമൂഹമാണെങ്കിൽ ആദിവാസി മാത്രമേ ഗോത്ര സമൂഹമാണ്. അവരെല്ലാ ആചാരങ്ങളും സന്തോഷത്തിനും ദുഃഖത്തിനും അവർ ചെയ്യുന്നത് ആനന്ദത്തിന് ഓരോ കാഴ്ചപ്പാടില്ല. അവർ മരിക്കുകയാണെങ്കിൽ തുടിയടി, ചീനി കുത്തും, ജനിക്കുകയാണെങ്കിൽ ചീനി തുടി കൊട്ടും. അതിന് ഓരോ സമയത്തും ഓരോ പാട്ടുകളും. ഈ പാട്ടുകളെല്ലാം തന്നെ കാർഷിക സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർഷിക സംസ്കാരമില്ലാതെ ഒന്നുമില്ല അവർക്ക്. ശരിക്കും അഗ്രികൾച്ചർ നമ്മൾ കാണേണ്ടത് ഗോത്രഭാഗമാണ്. നമ്മൾക്ക് അഗ്രി ബിസിനസ്സും അഗ്രി ഇൻഡസ്ട്രിയുമാണ്. അതുകൊണ്ടാണ് നമുക്ക് സംസ്കാരം നഷ്ടപ്പെടുന്നത്. അവർക്ക് അഗ്രി പ്ലസ് കൾച്ചർ തന്നെയാണ്. ആ കൾച്ചർ ഒരു കാലത്ത് വയനാടിന്റെ ഗോത്രങ്ങളിൽ അതിസമ്പന്നമായിരുന്നു, നല്ല ഒരു വശമാണ്. പക്ഷെ ഇന്ന് ആധുനിക സമൂഹത്തിന്റെ കടന്നുകയറ്റവും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നലുള്ളതുകൊണ്ടും അത് അന്യം നിൽക്കുന്നു എന്നല്ല. ആ അന്യം നിൽക്കുന്ന ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ചേകാടി നവ വളരെ പനത്തിക്കും അത് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. പുരുഷന്മാർ പാടവരമ്പത്തു നിന്ന് താളത്തോടെ തുടി കൊട്ടുകയും കുഴൽ വിളിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീകൾ കമ്പളപ്പാട്ട് പാടി താളത്തിനൊപ്പം നൃത്തച്ചുവടോടെ ഞാറ് നടുന്നു. തുടിതാളവും നൃത്തച്ചുവടുകളുമായി അതിവേഗത്തിൽ കമ്പളനാട്ടി നടക്കുമ്പോൾ പരമാവധി ഒറ്റ ദിവസം കൊണ്ട് ഞാറ് നടിൽ കഴിയുമെന്നത് പ്രത്യേകതയാണ്. വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങളിലെ പണിയ, അടിയ, നായ്ക്കർ വിഭാഗങ്ങളിലുള്ളവരാണ് കൂടുതലായും കമ്പളനാട്ടി നടത്തിയിരുന്നത്. ഇക്കാലത്ത് അന്യം നിന്നു പോകുന്ന മേളപ്പെരുമ മാത്രമായി കമ്പളനാട്ടി മാറുന്നു. കമ്പളനാട്ടിക്ക് മുന്നോടിയായി വയലുകളിൽ പണിയെടുക്കുന്നവർക്ക് ഐശ്വര്യ സമൃദ്ധി ലഭിക്കുമെന്ന വിശ്വാസത്തിന്റെ ഭാഗമായി ഭൂമി പൂജയും നടത്തുന്നുണ്ട്. വയലിലെ പണികൾ തീർന്ന ശേഷം കുലദൈവങ്ങൾക്ക് ആചാരാനുഷ്ഠാനങ്ങളോടെ ഇഷ്ടമുള്ളത് സമർപ്പിക്കുന്നതോടെയാണ് കമ്പളം അവസാനിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പാടങ്ങളൊക്കെ കാണുക എന്നല്ലാണ്ട്, അല്ലെങ്കിൽ അവിടെ പണിയിരിക്കുന്ന ആൾക്കാരെ കണ്ടിരിക്കുക എന്നല്ലാണ്ട് നമ്മൾ ആദ്യമായിട്ട് പാടത്തേക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ എന്താ പറയുക, ഭയങ്കര ഒരു ജീവിതത്തിൽ എന്തോ ഒരു അച്ചീവ് ചെയ്ത പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. കാരണം നമ്മൾ അവരുടെ കൂടെ പണിയെടുത്തു, ആ ഒരു കള പറിക്കാനും അല്ലെങ്കിൽ അത് പറിച്ച് വരമ്പത്തോട്ട് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അത് എന്താ പറയുക, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഭയങ്കര ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ ഇവിടെ വന്നു നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, അതൊരു എല്ലാ വാക്കുകളും സത്യമാവുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ കണ്ടുകിട്ടിയത്. അവരുടെ ഈ സമൂഹത്തിന്റെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു കൾച്ചർ മനസ്സിലാക്കാനും അവരുടെ ഈ ഒരു ഉത്സവങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനും അവരുടെ രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവരുടെ മ്യൂസിക്കും അവരുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയി കഴിഞ്ഞാലും എല്ലാം എന്താ പറയുക, ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ തൊട്ടറിഞ്ഞ് നമ്മൾ പഠിക്കാന്ന് പറയില്ല, ആ ഒരു ഇതാണ് ഒരു ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ പഠിക്കാൻ പറ്റി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി, മണ്ണിലേക്ക് ഇറങ്ങി ആ ഒരു നമുക്ക് മനസ്സിനൊരു ഹാപ്പിനെസ് കിട്ടി. മൊത്തത്തിൽ എന്താ പറയുക, ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രതിസന്ധികളിൽ പോലും നെൽകൃഷിയെ കൈവിടാതെ ചേകാടിയിലെ കർഷകർ മാതൃകയാണെന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി OR കേളു പറഞ്ഞത്. ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിന്റെയും OISCA ഇന്റർനാഷണൽ കൽപ്പറ്റ ചാപ്റ്റർ, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, ആത്മ, ചേകാടി നവയും ചേർന്നായിരുന്നു ചേകാടി പരിപാടി സംഘടിപ്പിച്ചത്. രസകരമായിട്ടുള്ള ഒരു കമ്പളനാട്ടി ഉത്സവമാണ് ഭാവിയിൽ ചേകാടി പ്രദേശത്ത് നടക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഈ വിശാലമായിട്ടുള്ള പാടവും ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാവരും കാണുമ്പോൾ വളരെ 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 സന്തോഷം നൽകുന്ന ഒരു അനുഭൂതിയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ അന്യമാവുന്ന ഈ കാർഷിക മേഖല തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കൂടി മന്ത്രി എന്ന നിലയ്ക്ക് ഞാനിതിനെ നോക്കിക്കാണുകയാണ്. അമ്പലവയൽ കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ, മാനന്തവാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ കമ്പളനാട്ടി ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നു. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകർ കമ്പളനാട്ടിൽ പങ്കാളികളായി.